ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ഗുരുവിന് വന്ദനം. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. പ്രശ്നമാർഗം 20-ാം അധ്യായത്തിലെ ഭാര്യാചിന്ത, 20-ാം അധ്യായം ഭാര്യാചിന്ത, അതിൽ 62-ാമത്തെ ശ്ലോകം മുതലാണ് വ്യാഖ്യാനം നടത്തുന്നത്. നമുക്ക് നോക്കാം. 62-ാമത്തെ ശ്ലോകം. പാരാവതാംശാദിഗതേ കളത്ര നാദേ കുടുംബാധിപതോ ബലേഠേ മൃദ്വംശഭാഗേ തനുഭാവനാദേ ബാല്യേ വിവാഹം മുനിയോ വദന്തി. അപ്പോൾ ബാല്യത്തിൽ തന്നെ വിവാഹം നടക്കുക എന്നുള്ളതാണ് നമ്മൾ 60-ാമത്തെ ശ്ലോകം മുതൽ നോക്കിക്കൊണ്ടിരുന്നത്. 60-ാമത്തെ ശ്ലോകത്തിൽ ഇതാണ്: 7-ാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ അടുത്തു നിന്നാൽ ബാല്യകാലത്തിൽ വിവാഹം നടക്കുമെന്ന് പറയുന്നത്. ബലവാനായ ശുഭൻ ലഗ്നത്തിൽ നിന്നോ 7-ാം ഭാവത്തിൽ നിന്നോ അടുത്ത രാശിയിൽ നിൽക്കുന്നുവെങ്കിൽ അപ്പോഴും വിവാഹം പെട്ടെന്ന് തന്നെ നടക്കും. ലഗ്നവും 2-ാം ഭാവവും 7-ാം ഭാവവും ശുഭഗ്രഹങ്ങളോട് കൂടിയും ശുഭഗ്രഹങ്ങളുടെ ഹോരാദി വർഗങ്ങളിലും ലഗ്നം 2, 7 എന്നീ ഭാവാധിമാർ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടിയും ഉണ്ടായിരുന്നാൽ ബാല്യത്തിൽ തന്നെ വിവാഹം നടക്കുമെന്നാണ് 61-ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത്. 62-ാമത്തെ ശ്ലോകം കൊണ്ടും ഇതുതന്നെയാണ് പറയുന്നത്. 7-ാം ഭാവാധിപൻ പാരവതാംശം മുതലായ വിശേഷവർഗങ്ങളിൽ നിൽക്കുക. 2-ാം ഭാവാധിപൻ ബലവാനാവുക. ലഗ്നാധിപൻ മൃദംഗ ഷഷ്ട്യാംശത്തിൽ നിൽക്കുക. എന്നാൽ ബാല്യത്തിൽ വിവാഹം നടക്കുമെന്ന് മുനിമാർ പറയുന്നു. സപ്തവർഗങ്ങളിൽ 6 ഒരു ഗ്രഹത്തിൻ്റേതായാൽ പാരവതാംശം, 7 ഒരു ഗ്രഹത്തിൻ്റേതായാൽ ദേവലോകാംശം, 5 ഒരു ഗ്രഹത്തിൻ്റേതായാൽ സിംഹാസനാംശം, ഓജരാശിയിൽ 46-ാമത്തേതും യുഗ്മരാശിയിൽ 15-ാമത്തേതും മൃദംശമാണ്. ഷഷ്ട്യാംശത്തിന് മൃദംശമാണ്. ഇതിലെന്താ പറഞ്ഞത്? 7-ാം ഭാവാധിപൻ പാരവതാംശം മുതലായ വിശേഷവർഗത്തിൽ നിൽക്കുക. അപ്പം ഇതിൽ വിശേഷവർഗങ്ങൾ പറഞ്ഞു. സപ്തവർഗങ്ങളിൽ, അതായത് സപ്തവർഗം എന്ന് വെച്ചാൽ ക്ഷേത്രം, ഹോര, ദ്രേക്കാണം, സപ്താംശം, നവാംശം, ദ്വാദശാംശം, ത്രിംശാംശം, ഇങ്ങനെ സപ്തവർഗങ്ങൾ. അതിൽ 6 ഒരു ഗ്രഹത്തിൻ്റേതായ, ഇങ്ങനെ സപ്തവർഗങ്ങൾ നമ്മൾ ഷഡ്വർഗങ്ങൾ ഇടാൻ പഠിച്ചിരുന്നു. അങ്ങനെ സപ്തവർഗങ്ങൾ, സപ്താംശം കൂടിയതാണ് സപ്തവർഗം. അങ്ങനെ അതിൽ 6 ഒരേ ഗ്രഹത്തിൻ്റേതായാണെങ്കിൽ പാരവതാംശം എന്ന് പറയും. 7 ഒരേ ഗ്രഹത്തിൻ്റേതായാൽ ദേവലോകാംശം എന്ന് പറയും. 5 ഒരു ഗ്രഹത്തിൻ്റേതായാൽ സിംഹാസനാംശം എന്ന് പറയും. അപ്പോൾ ഇത് വിശേഷമായിട്ടുള്ള വർഗവിശേഷമാണത്. ഒരേ ഗ്രഹം തന്നെ അധിപനായാൽ. 6 ആയാൽ പാരവതാംശം, 7 ഒരേ ഗ്രഹമായാൽ ദേവലോകാംശം, 5 ആയാൽ സിംഹാസനാംശം. അതാണ് വർഗങ്ങളിൽ വിശേഷവർഗങ്ങൾ ആവുക. ഇങ്ങനെ 7-ാം ഭാവാധിപൻ ഇതേ വിശേഷവർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിട്ട് നിൽക്കുക. 2-ാം ഭാവാധിപൻ ബലവാനാവുക. ലഗ്നാധിപൻ മൃദംഗ ഷഷ്ട്യാംശം ഇടുമ്പോൾ ഓജരാശിയിൽ 46-ാമത്തെയും യുഗ്മരാശിയിൽ 15-ാമത്തേതുമാണ് മൃദംഗ ഷഷ്ട്യാംശം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്താവും? ബാല്യത്തിൽ തന്നെ വിവാഹം നടക്കുന്നതാണ് 62-ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത്. ഇനി 63-ാമത്തെ ശ്ലോകം. ശുക്രേ അസ്തവേ ചോപചയാന്യദേവ കുടുംബവേ താദൃശഭാവയുക്തേ ലഗ്നേശ്വരേ വാ ശുഭദൃഷ്ടിയുക്തേ ഭാഗ്യം വിവാഹാൽ പരതോ വദന്തി. ശുക്രേ അസ്തവേ, ശുക്രനും 7-ാം ഭാവാധിപനും ഉപചയാന്യദേവ, ഉപചയരാശികളിൽ നിൽക്കുക. കുടുംബവേ താദൃശ ഭാവയുക്തേ, 2-ാം ഭാവത്തിന് അതുപോലെ തന്നെ ഉഭയരാശികളിൽ നിൽക്കുകയും
ലഗ്നേശ്വരെ ശുഭദൃഷ്ടിയുക്തേവ, ലഗ്നാധിപൻ ശുഭഗ്രഹദൃഷ്ടിയോടുകൂടി നിൽക്കുകയും ചെയ്താൽ വിവാഹാൽ പരത ഭാഗ്യം വദന്തി, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയണം. ശുക്രനും 7-ാം ഭാവത്തിനും ഉപജയരാശികൾ 3, 6, 10, 11 നിൽക്കുക. ഉപജയരാശികൾ നിൽക്കുക ശുക്രനും 7-ാം ഭാവത്തിനും. 2-ാം ഭാവാധിപൻ അതുപോലെ തന്നെ ഉപജയരാശികളിൽ നിൽക്കുകയും ലഗ്നാധിപൻ ശുഭഗ്രഹദൃഷ്ടി യോഗത്തോടു കൂടി നിൽക്കുകയും ചെയ്താൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയണം. വിവാഹത്തിന് ശേഷം അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ശുക്രനും 7-ാം ഭാവാധിപനും ഉപജയരാശികളിൽ നിൽക്കുക. അതേപോലെ 2-ാം ഭാവാധിപൻ ബലവാനായിട്ട് ഉപജയരാശികളിൽ നിൽക്കുക. ലഗ്നാധിപൻ ശുഭഗ്രഹദൃഷ്ടിയോടുകൂടി നിൽക്കുകയും ചെയ്താൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 64-ാമത്തെ ശ്ലോകം. തൽക്കാരകേ ദാരപദോ കുടുംബ നാദേവി ലഗ്നാധിപതോ ച ദുസ്തേ മൂഢാരി നീചാംശഗതേ സപാപേ ഭാഗ്യം വിവാഹാൽപരമേതി നാശം. തൽക്കാരകേ ദാരപദോ കുടുംബ, ദാരപദോ തൽക്കാരകേ 7-ാം ഭാവാധിപനും അതിൻ്റെ കാരകനും, അതായത് ശുക്രനും, 7-ാം ഭാവാധിപനും ശുക്രനും. കുടുംബനാഥേ വിലഗ്നാധിപൗച, 2-ാം ഭാവാധിപനും ലഗ്നാധിപനും. മൂഢാരി നീചാംശഗതേ സപാപേ, മൗഢ്യം പ്രാപിച്ച് ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ അംശിച്ച് പാപഗ്രഹത്തോടുകൂടി ദുസ്തേ വിവാഹാൽപരം, അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ വിവാഹാനന്തരം ഭാഗ്യം നാശം ഏതി, ഭാഗ്യം നശിക്കുന്നതാണ്. വിവാഹാനന്തരം എന്താണ് ഭാഗ്യം നശിക്കാനുള്ള ഇത് വരുന്നത്? 7-ാം ഭാവാധിപനും കാരകഗ്രഹമായിട്ടുള്ള ശുക്രനും, 2-ാം ഭാവാധിപനും ലഗ്നാധിപനും. 7-ാം ഭാവാധിപനും ശുക്രനും 2-ാം ഭാവാധിപനും ലഗ്നാധിപനും മൗഢ്യം പ്രാപിച്ച് ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ അംശിച്ച് പാപഗ്രഹത്തോടുകൂടി അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ വിവാഹാനന്തരം ഭാഗ്യം നശിക്കുന്നതാണ്. ഇത്രയും സർവാർത്ഥ ചിന്താമണിയിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7-ാം ഭാവാധിപൻ ശുക്രൻ, ലഗ്നാധിപൻ, അതേപോലെ 2-ാം ഭാവാധിപൻ, ഇവർക്ക് വരുന്നിട്ടുള്ള ശത്രുക്ഷേത്രസ്ഥിതി, നീചസ്ഥിതി, മൗഢ്യം എന്നുള്ള അവസ്ഥ, അതുപോലെ തന്നെ പാപഗ്രഹത്തോടു കൂടി നിൽക്കുക, അംശിച്ച് നിൽക്കുക, പാപഗ്രഹത്തോടു കൂടി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക, 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ വിവാഹാനന്തരം ഭാഗ്യം നശിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ശ്ലോകവാക്യാനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.